നമസ്കാരം. രാജ്യത്തെ വ്യോമയാന മേഖലയുടെ 65% ഇൻഡിഗോ എന്ന വിമാന കമ്പനിക്കാണ്. തൊട്ടുപിറകിലുള്ള എയർ ഇന്ത്യയേക്കാൾ ഇരട്ടിയിലധികം വിമാനങ്ങളും സർവീസുകളുമുണ്ട് ഇൻഡിഗോയ്ക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നടപ്പാക്കിയ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയ പരിഷ്കരണം നടപ്പാക്കാൻ കഴിയാത്തതിനാൽ 100 കണക്കിന് വിമാന സർവീസുകളാണ് റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തത്. രാജ്യത്തിൻ്റെ വ്യോമയാന മേഖലയെ ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചത് ആരാണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി ട്രാവൽ ഏജൻസ് അസോസിയേഷൻ പ്രതിനിധി KV മുരളീധരൻ, അൽ ഹിന്ദ് ഡയറക്ടർ നൂറുദ്ദീൻ അഹമ്മദ്, പ്രവാസിയായ K സൈനുലാബ്ദീൻ, പൈലറ്റായ ക്യാപ്റ്റൻ മുഹമ്മദ് ഷെരീഫ് എന്നിവർ. ആദ്യം മുരളീധരനിലേക്ക്. ശ്രീ മുരളീധരൻ, ഇത് മുമ്പ് ഇത്തരം സംഭവങ്ങൾ വളരെ അപൂർവമായി ഉണ്ടായിട്ടുണ്ട്. ഒരു വിമാന കമ്പനി മാത്രമായി ഇങ്ങനെ പ്രതിസന്ധിയിലാകപ്പെടുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു വിമാന കമ്പനി പ്രതിസന്ധിയിലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അവരുടെ മോണോപോളിയാണ്. 65% സർവീസ് അവരുടേതാണ്. അത് മൊത്തം വ്യോമയാന മേഖലയെ ബാധിക്കുകയാണ്. ഈ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയ പരിഷ്കരണം ഈ എയർലൈനുകളെ നേരത്തെ കൂട്ടി അറിയിച്ചിരുന്നില്ലേ? വളരെ പൊടുന്നനെ നടപ്പാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടായത്. സ്പീച്ച് നഷ്ടപ്പെട്ടല്ലോ. കേൾക്കുന്നില്ലേ മുരളീധരൻ? കേൾക്കുന്നു. ഇടയ്ക്ക് ഒരു ഈ പൈലറ്റുമാരുടെ പറയൂ. ഇത് ഞാൻ ഈ രംഗത്ത് ഒരു 50 കൊല്ലത്തിൽ പരം എനിക്ക് അനുഭവ സമ്പത്തുണ്ട്. ഇന്ന് വരെ ഞാൻ ലോകത്ത് ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളിലും ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്ന് വരെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം DGCയൊക്കെയാണ്. ലക്ഷക്കണക്കിന് വരുന്ന യാത്രക്കാരെ നട്ടം തിരിയിപ്പിച്ച് നരകയാതനയിലാക്കി അതിൻ്റെ ഉത്തരവാദിത്തം DGCയൊക്കെയാണ്, വ്യോമയാന വകുപ്പിനാണ്. ഇത് യാതൊരു മടിയുമില്ലാതെ എനിക്ക് പറയാൻ കഴിയും. പരിഷ്കരണം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടാണ്, യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ്. അത് തീർത്തും ശരിയാണ്. DGCയുടെ ഡയറക്ഷൻ ശരിയാണ്. പക്ഷേ ഇങ്ങനെയുള്ള നടപടികൾ നടപ്പാക്കുമ്പോൾ ആ വിമാന കമ്പനികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അവിടെ ഉണ്ടാകുന്ന സാങ്കേതികമായ പ്രശ്നങ്ങൾ, അത് ധാരണയിലെത്തിയിട്ട് വേണം ബൈ ഫോഴ്സായിട്ട്, ഇത് വ്യോമയാന രംഗമാണ്, ബൈ ഫോഴ്സായിട്ട് നടപ്പാക്കാൻ. ഇതൊരു അടിച്ചേൽപ്പിക്കൽ പോലെ ഇന്ന ദിവസം തൊട്ട് കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തതാണ് ഇൻഡിഗോനെ തകിടം മറിച്ചത് ഇൻഡിഗോ അല്ല, ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന യാത്രക്കാരെയാണ്. ഇൻഡിഗോയ്ക്ക് ഡാമേജ് വന്നിട്ടുണ്ട്, അതൊരു പരിധി വരെയുള്ളൂ. കോടിക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കുന്ന ഇവിടുത്തെ ബഡ്ജറ്റ് എയർലൈനുകൾ, അവർ ഒരു വിമാന കമ്പനി നഷ്ടത്തിലല്ല. ബഡ്ജറ്റ് എയർലൈനിൽ ഒരു വിമാന കമ്പനി നഷ്ടത്തിലല്ല. ഇൻക്ലൂഡിങ് എയർ ഇന്ത്യ നഷ്ടത്തിലോടുമ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വൻ ലാഭത്തിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൻ്റെ ഡാമേജ് കൊടുക്കേണ്ടത് യാത്രക്കാർക്കാണ്. യാത്രക്കാർക്ക് ഡാമേജ് കൊടുക്കാൻ DGCയെ വിമാന കമ്പനികൾക്ക്. ശ്രീ മുരളീധരൻ, ഇത് 2023 മുതൽ തുടങ്ങിയ ഒരു പരിഷ്കരണമാണ്. 2024 മുന്നോട്ട് വെച്ചാണ് സമയം നീട്ടി നൽകിയതാണ്. അപ്പോൾ ഈ സമയം നീട്ടി നൽകിയിട്ടും ഇതുവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് DGCയുടെ വിശദീകരണം. അത് വളരെ പൊടുന്നനെ നടപ്പാക്കിയ ഒരു പരിഷ്കരണമേ അല്ല. അതിൽ എനിക്ക് പറയാനുള്ളത് 65%, 60-ൽ 63, 65 തോന്നുന്നു ശതമാനം സർവീസുകൾ ഉള്ള ഒരു എയർലൈനിനെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമായിട്ട് പല കാര്യങ്ങളും, ടെക്നിക്കലായിട്ട് പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതായിരിക്കും ഇവർ പരിശോധിക്കണമായിരുന്നു. ഘട്ടം ഘട്ടമായി പരിശോധിച്ച് വേണം ഇത് നടപ്പാക്കാനായിട്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. ഇവർ തമ്മിൽ വിശദമായ ചർച്ചകൾ നടക്കണമായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതാണ്. ശരി. ശ്രീ നൂറുദ്ദീൻ, ഇവിടെ DGCA പരിഷ്കരണം കൊണ്ടുവരുന്നത് യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പൈലറ്റുമാരുടെ ജോലി സമയ ക്രമീകരണം, നൈറ്റ് ഷിഫ്റ്റ് പുനഃക്രമീകരിക്കുക, വിശ്രമത്തിന് മതിയായ സമയം അനുവദിക്കുക തുടങ്ങിയ നിരവധി ക്രമീകരണമുണ്ട്. ഇപ്പോൾ ഇൻഡിഗോയെ സംബന്ധിച്ച് ഇൻഡിഗോയുടെ ഒരു വിജയഗാഥ എന്ന് പറയുന്നത് പരമാവധി സർവീസുകൾ നടത്തുക, പരമാവധി ക്രൂവിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കൂടുതലായി പണിയെടുക്കേണ്ടി വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇങ്ങനൊരു പരിഷ്കരണം വരുമ്പോൾ കൂടുതൽ ആളുകളെ ഹയർ ചെയ്യാതെ ലാഭമുണ്ടാക്കാൻ നോക്കിയതാണോ ഇൻഡിഗോ ഈ പ്രതിസന്ധിയിലാവാൻ കാരണം?
താങ്ക് യു. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരു അവസരം നൽകിയതിൽ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ FDTL ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ പരിഷ്കരണമാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വരികയും ഇത്രയും കൂടുതൽ യാത്രക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തത്. പക്ഷേ DGCAക്ക് ഒരു പരിധിവരെ DGCAക്ക് മറ്റ് ഒരു പോംവഴി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ജൂലൈ 1-ന് 15 ക്ലോസുകളോട് കൂടിയ പരിഷ്കരണം നിർബന്ധമായി നടപ്പിലാക്കണം എന്ന് ഏറ്റവും കൂടുതൽ കർശനമായ നിർദ്ദേശം നൽകപ്പെട്ട ഒരു കമ്പനിയായിരുന്നു ഇൻഡിഗോ. അത് രണ്ടാമത്തെ ഘട്ടമാണ് ഈ നവംബർ 1 മുതൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി പരിഷ്കരിക്കേണ്ടത്. ഈ ഇൻഡിഗോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബജറ്റ് എയർലൈൻസൊക്കെ ടേൺ അറൗണ്ട് ടൈം, അതായത് ഒരു വിമാനം നമ്മുടെ കോഴിക്കോട്ടേക്ക് വന്ന് ബോംബെയിൽ നിന്ന് കോഴിക്കോടേക്ക് വന്ന് അത് തിരിച്ചു പോകുന്ന ടേൺ അറൗണ്ട് ടൈം എത്ര ചുരുക്കിയെടുക്കാൻ കഴിയുമോ അതായിരുന്നു അവരുടെ വിജയവും അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുക. അപ്പം ആ രൂപത്തിൽ ഇതൊരു ലീൻ മാനേജ്മെൻറ്റാണ്, പ്രൈവറ്റ് ലീൻ മാനേജ്മെൻറ്റാണ്. ഇന്ത്യയിൽ ഏതാണ്ട് ഒരു ദിവസം 6 മില്യണിൽ കൂടുതൽ ആൾക്കാർ ആഭ്യന്തര സർവീസ് നടത്തുന്നുണ്ട്. 3000 മുതൽ 4000 വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ 60% ഇൻഡിഗോ ആണ്. പക്ഷെ ഇൻഡിഗോ ഇതുവരെ ചെയ്തിരിക്കുന്നത് ഈ പുതിയ നിയമപ്രകാരം റെസ്റ്റ് ടൈം 36 മണിക്കൂറിൽ ആണ് ഇവർ കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ അത് 48 വേണമെന്ന് DGCA നിർബന്ധം ഷാഠ്യം പിടിച്ചു. കാരണം അത് നമ്മുടെ യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പൈലറ്റുമാരെ വളരെയധികം ഉന്മേഷവാന്മാരാക്കി ഉണർത്തി നിർത്തുക എന്നുള്ളതാണ്. അത് ഇൻഡിഗോക്ക് നേരത്തെ വളരെ ഷോർട്ടേജായ കുറച്ച് പൈലറ്റുമാരെ, അതായത് ഏതാണ്ട് 4000 പൈലറ്റ്, അത് പൈലറ്റ് ഒരു ഫ്ലൈറ്റിൽ 2 പൈലറ്റാണ് വേണ്ടത്, ഒന്ന് കമാൻഡ് ചെയ്യുന്ന പൈലറ്റും ഒന്ന് കോ പൈലറ്റും. അങ്ങനെ 4000 പൈലറ്റുമാരുള്ള ഇവർ ഈ പ്രസ്ഥാനം അവർ 36 മണിക്കൂർ മാത്രമാണ് ആഴ്ചയിൽ റെസ്റ്റ് ടൈം കൊടുത്തിരുന്നത്. ശരിക്കും റെസ്റ്റ് ടൈം വേണ്ടത് പുതിയ നിയമപ്രകാരം 48 മണിക്കൂറാണ്. അതായത് ഒരാഴ്ചയിൽ ഒരു വിമാനയാത്ര, ഒരു വിമാനം പറത്തിയതിന് ശേഷം മറ്റൊരു വിമാനത്തിൻ്റെ പറക്കുന്നതിനിടയിൽ ടോട്ടൽ ഒരു ആഴ്ച ഒരു പൈലറ്റ് എടുത്തിരിക്കേണ്ട സമയം റെസ്റ്റ് 48 മണിക്കൂറാണെന്നാണ് നിജപ്പെടുത്തിയത്. ഇത് വളരെയധികം അത്യാവശ്യമായൊരു കാര്യമാണ്. ഒരുപാട് പൈലറ്റുമാർ അതുപോലെ തന്നെ മറ്റുള്ള പലരും നമ്മുടെ അവരുടെ ഡ്രസ്സിലോ അവരുടെ മറ്റ് പുറത്ത് കാണുന്ന പകിട്ടിലോ കാര്യമില്ല. അതിൻ്റെ അകത്ത് അവർ വലിയ ഗുരുതരമായ പ്രതിസന്ധി കൊണ്ടാണ് ഈ ജീവനക്കാർ അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും കൂടുതൽ പ്രഷർ കൊടുത്തുകൊണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ DGCAക്ക് വേറെ ഇതൊരു നമ്മുടെ നാട്ടിലെ 6 മില്യണോളം ആൾക്കാർക്ക് ഡെയിലി യാത്ര ചെയ്യുന്നതിൻ്റെ 60% കൺട്രോൾ ചെയ്യുന്ന ഒരു വിമാന കമ്പനി അവർ പിടിച്ച് നിർത്തിയിട്ട് നിങ്ങൾ ചെയ്യൂ എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അത് കർശനമായ ഏതെങ്കിലും ഒരു മാർഗനിർദ്ദേശം വെച്ചുകൊണ്ട് തന്നെ മാൻഡേറ്ററി ആയിട്ട് അത് ചെയ്യുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് ഒരു കാര്യം. 6 നൈറ്റ് ലാൻഡിംഗ് ഒക്കെ ഇവർ ചെയ്യിച്ചിരുന്നു ഒരു പൈലറ്റിനെ കൊണ്ട്. അത് DGCA 2 കുറച്ചു. രാത്രി സമയത്തിൻ്റെ 12 മണിക്ക് ശേഷം 6 മണി വരെയുള്ള സമയം രാത്രി നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കി. നേരത്തെ അവരങ്ങനെ കണക്കാക്കിയിട്ടില്ല. ഇതൊക്കെ കർശനമായ നിർദ്ദേശങ്ങൾ ഇത്രയും മാസങ്ങൾക്ക് മുമ്പേ കൊടുത്തതും 1-ാം ഘട്ടം നടപ്പിലാക്കാൻ പറഞ്ഞത് 2-ാം ഘട്ടം ഈ നവംബർ 1 മുതലാണ്. ഈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അത്ര സ്ട്രിക്റ്റ് അല്ല എങ്കിൽ വ്യോമയാന യാത്ര വളരെ പ്രശ്നമാണ്, ഗുരുതരമായി. നമുക്ക് നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ പൊതുവെ കുറയാൻ കാരണം അവർ അത്രയും സ്ട്രിക്റ്റായി നിൽക്കുന്നതുകൊണ്ടാണ്. ഇത് 100% ഇൻഡിഗോ ഞാനും ഒരു വിമാന കമ്പനിയുടെ പ്രതിനിധിയായിട്ടുണ്ടായിരുന്നാണ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ കേരള മൊത്തം ഘടകത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നാണ്. അന്ന് ഇന്ത്യൻ എയർലൈൻസ് വളരെ കാലം സമരത്തിൽ പോയതാണ്. അന്ന് ഇന്ത്യയിലെ ഏക വിമാനം ഈസ്റ്റ് വെസ്റ്റ് മാത്രമായിരുന്നു. ബോംബെയിൽ നിന്ന് നമ്മുടെ കാരിക്കലിലേക്കും തിരുവനന്തപുരത്തേക്കൊക്കെ ഡെയിലി 6-7 സർവീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രഷർ കൊടുത്തുകൊണ്ട് ചെയ്യുന്നൊരു സ്വഭാവം എയർലൈൻ മാനേജ്മെൻറ്റിനുണ്ട്. അതാണ് ഇപ്പോൾ തന്നെ നോക്കൂ, ഇപ്പോൾ ഒരുപാട് യാത്രക്കാരോട് എയർപോർട്ടിൽ ബോർഡിങ് ചെയ്ത് കൗണ്ടറിൽ ചെന്നിട്ട് ബോർഡിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലഗേജൊക്കെ കൊടുത്തതിന് ശേഷമാണ് വിമാനം ക്യാൻസലായെന്ന് പറയുന്നു. പക്ഷെ അവർ ലഗേജ് തിരിച്ചു കിട്ടുന്നില്ല. നമ്മുടെയൊക്കെ ഒരു 170ഓളം യാത്രക്കാർ പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് വേറെ വിമാനത്തിലേക്ക് വരണമെങ്കിൽ അവരുടെ ലഗേജ് പോലും തിരിച്ചു കിട്ടാത്തൊരവസ്ഥയാണ്.
അതിന് ലഗേജിന്റെ കൂമ്പാരമാണ്. ഏതാണ് ആരുടെ ലഗേജാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കാതെ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്നു. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നാളെ മുതൽ കാലിക്കറ്റൊക്കെ സർവീസ് ഒരുവിധമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഏതാണ്ട് 75% അവർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഡിലേ ഉണ്ടാവും. അപ്പോൾ ഇത് നിർബന്ധമായി നടപ്പിലാക്കേണ്ടിയിരുന്ന പരിഷ്കരണമായിരുന്നു. ഇത് ഈ രൂപത്തിൽ നൈറ്റ് ലാൻഡിംഗ് ഒക്കെ അങ്ങനെ മാൻഡേറ്ററി ആയിട്ട് നടപ്പാക്കേണ്ട ഒരു പരിഷ്കരണം 2024 ഇൻഡ്യൂസ് ചെയ്തതാണ്, സമയം നീട്ടി നൽകിയതാണ്. എന്നിട്ടും അവർ നടപ്പാക്കുന്നില്ല എങ്കിൽ DGC എന്തെങ്കിലുമൊക്കെ പറയട്ടെ, ഞങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യും എന്ന ഒരു ധാർഷ്ട്യം ഉണ്ട് അതിൽ. ആ ധാർഷ്ട്യം വരാൻ കാരണം എന്താണ്? മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 65% വ്യോമയാന മേഖല അവരുടെ കയ്യിലാണ്. ഞങ്ങൾ നിലച്ചാൽ രാജ്യം നിശ്ചലമാകും, ഞങ്ങളെ തൊടാൻ നിങ്ങൾ ആളല്ല എന്ന ധാർഷ്ട്യമാണോ? തീർച്ചയായിട്ടും. കാരണം ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും വലിയൊരു വിമാന കമ്പനികളിലൊന്നാണ് ഇൻഡിഗോ. ലോകത്ത് തന്നെ 300ഓളം എയർക്രാഫ്റ്റ് ഏതാണ്ട് അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 520ഓളം എയർക്രാഫ്റ്റ് പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ലോകത്ത് തന്നെ ഇത്തരം മേഖലയിൽ ബജറ്റ് എയർലൈൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയൊരു വിമാന കമ്പനിയാണ് അവർ. അത്രയും വളരെ അത് നമ്മൾ ഈ വിമർശനങ്ങളൊക്കെ നടത്തുമ്പോൾ വളരെ കൃത്യമായി സർവീസ് നടത്തിയിരുന്നതാണ്. നമ്മുടെ നാഷണൽ കാരിയേഴ്സും മറ്റ് പല എയർലൈൻസും പരാജയപ്പെട്ട സ്ഥലത്ത് പക്ഷെ അവർ ഈ നടത്തിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബോണ്ടർ ലേബറായിരുന്നു. ഭയങ്കര പട്ടാള ചിട്ടയിലാണ് അവർ സ്റ്റാഫിനെയും മറ്റും മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അത് പാടില്ല. മനുഷ്യത്വപരമായി മാനുഷികപരമായിട്ടുള്ള ഇടപെടൽ ഇതിലുണ്ടാവണമെന്ന് ഇത് DGCയുടേത് മാത്രമല്ല, അയാട്ടയുടെയും കൂടി ഇൻസ്ട്രക്ഷനാണ്. ലോകം മുഴുവനും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ രൂപത്തിൽ മാറ്റം വരുത്തണം എന്നുള്ളത് അവർ നിഷ്കർഷിച്ചു. നേരത്തെ തന്നെ കൊടുത്തതാണ്. പക്ഷേ ഈ ഇൻഡിഗോയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പൈലറ്റുമാരെ കണ്ടെത്തുന്നത് പ്രയാസമാണ്. ഇനി വരാൻ പോകുന്ന കാലത്ത് ഇന്ത്യയിൽ ഏതാണ്ട് 40,000-ഓളം 10,000-ലധികം പൈലറ്റുമാരും 40,000-ഓളം ഫ്ലൈറ്റ് ക്രൂ മെമ്പേഴ്സിന് ആവശ്യമായി വരികയാണ് ഈ വിമാനങ്ങളൊക്കെ വരുമ്പോഴേക്ക്. ഇത് പൈലറ്റിനെ റിക്രൂട്ട് ചെയ്ത് കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല. അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ അതിന് ഒരുപാട് പ്രക്രിയയുണ്ട്. DGCയുടെ റൂൾസും അതുപോലെ തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഒരു വിമാന കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന ഒരു ടീമാണ്. DGC എന്ന് പറഞ്ഞാൽ ഒരു ഹിമാലയ അല്ല നമ്മുടെ മുമ്പിലുള്ളത്, 1000 ഹിമാലയങ്ങളാണ് ഓരോ കടമ്പകളും കടന്നു പോകാനുള്ളത്. ഇവരുടെ കൈവശമുള്ള പൈലറ്റുമാരും പുതിയ പരിഷ്കരണത്തിന് ശേഷം ആവശ്യമായി വരുന്ന പൈലറ്റുമാരുടെ എണ്ണത്തിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കേവലം 65ആണ്. 65 പൈലറ്റുമാർ ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ 65 പൈലറ്റുമാർ ആവശ്യമായി വരുമ്പോഴത്തേക്കും ഒരു എയർലൈനിന്റെ മുഴുവൻ സർവീസുകളും താളം തെറ്റുന്നത് എങ്ങനെയാണ്? പൈലറ്റുമാരത് മാത്രമല്ലല്ലോ, അവർക്ക് ഈ നൈറ്റ് ലാൻഡിങ്ങിലും ഏറ്റവും കൂടുതൽ നൈറ്റ് സർവീസ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഫ്ലൈറ്റുകളൊക്കെ ഗൾഫ് റിലേറ്റഡ് ബൗണ്ടഡ് ആണ്. നമ്മുടെ ഫ്ലൈറ്റുകളൊക്കെ വരുന്നത് പോകുന്നത് ഏത് സമയത്താണ്? പൂർണ്ണമായി പകൽ സമയത്ത് അധിക ഫ്ലൈറ്റുകളില്ല. എയർപോർട്ട് നിങ്ങൾ ഉദാഹരണത്തിന് കാലിക്കറ്റ് എയർപോർട്ട് തന്നെ എടുക്കും. പകൽ സമയത്ത് എത്ര ലാൻഡിങ് എത്ര ടേക്ക് ഓഫ് ഉണ്ട്? മിക്ക ഫ്ലൈറ്റുകളും അർദ്ധരാത്രിയോ അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആണ് വരുന്നത് പോകുന്നതും. അത് ഗൾഫിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് ഇവരോട് 6 നൈറ്റ് ലാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൈലറ്റ് വെറും 2 നൈറ്റ് ലാൻഡിങ്ങേ പാടുള്ളൂ എന്ന് പറയുന്നു. 48 മണിക്കൂർ വേണ്ടെടുത്ത് 36 മണിക്കൂർ അവർ കൊടുത്തിട്ടുള്ളൂ. 48 മണിക്കൂർ വേണമെന്ന് പറയുന്നു. ഈ 36 മണിക്കൂർ തന്നെ കൊടുക്കുമ്പോൾ അവർക്ക് വരുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള വീക്ക്ലി ഓഫ് അതിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നു ഇൻഡിഗോ മാനേജ്മെന്റ്. തെറ്റാണ്. പക്ഷേ അതുകൂടെ ഗവൺമെന്റ് പറയുന്നു പാടില്ല, അത് ഇതായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ 48 പ്ലസ് ഒരു വീക്ക്ലി ഓഫും കൂടെ വരണം. അപ്പോൾ നമ്മളെ ഈ കണക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 65 എന്നുള്ളത് അത് എവിടെ നിന്ന് കിട്ടിയാന്നറിയില്ല. എനിക്ക് കിട്ടിയ കണക്ക് പ്രകാരം ഇതിൽ എത്രയോ കൂടുതലാണ്. അങ്ങേയറ്റത്തെ മാനസിക സമ്മർദ്ദത്തിൽ പൈലറ്റുമാരുമാകുകയും ഷെഡ്യൂളുകൾ മുഴുവനും താളം തെറ്റുകയും ചെയ്തതാണ്. ആര് വിചാരിച്ചാലും മാനേജ് ചെയ്യാൻ കഴിയാത്ത ഇത് ഇവിടെ മാത്രമല്ല, ഏറ്റവും വലിയ യൂറോപ്യൻ ലുഫ്താൻസയൊക്കെ എത്ര മാസമാണ് സമരങ്ങൾ നടക്കുന്നത്. 48 ദിവസവും 60 ദിവസമൊക്കെ ലഗേജ് കിട്ടാത്ത എത്രയോ അനുഭവങ്ങൾ യൂറോപ്പിൽ നിന്ന് പാസഞ്ചേഴ്സിന് വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് ഒരു വശത്ത് നമുക്ക് DGCയെ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് അൺടൈമിലിയാ എന്ന് പറയാനും കഴിയില്ല. കാരണം ജൂലൈ 1-ന് ഈ 15 ക്ലോസ് കൊടുത്തതാണ്. അതിൻ്റെ 1-ാമത്തെ ഘട്ടം നടപ്പാക്കാൻ 2-ാമത്തെ ഘട്ടം നവംബർ 1-ന് കൊടുക്കാനും പറഞ്ഞതാണ്. ഇത് മാനേജ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടോ എന്നുള്ളതാണ്. അത് എൻ്റെ സഹപാനലിസ്റ്റും എൻ്റെ സുഹൃത്തും കൂടിയ മുരളി പറഞ്ഞത് ശരിയാണ്. ഇത് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കി കൊടുക്കണം. പക്ഷെ ഇതെന്നും എല്ലാ ദിവസവും ഇങ്ങനെ നീട്ടിവെക്കാൻ കഴിയില്ല. കാരണം ഇത് ഏറ്റവും വലിയ ഗുരുതരമായ സുരക്ഷിത പ്രശ്നമാണ്. ശരി, ശ്രീ ഷരീഫ്, ഇവിടെ ഈ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ ഇൻഡിഗോയ്ക്ക് ആവശ്യമായി വരുന്ന പൈലറ്റുമാരുടെ എണ്ണം അത്രയും പേരെ ഹയർ ചെയ്യാൻ അവർക്ക് സമയം കിട്ടിയില്ലേ? അത്രയും പൈലറ്റുമാർ നമുക്ക് വിപണിയിൽ അവൈലബിൾ അല്ലേ? HR മാർക്കറ്റിൽ അവൈലബിൾ അല്ലേ?
അപ്പോൾ ഇനി അങ്ങനെ അവൈലബിൾ അല്ല എങ്കിൽ ആ വിവരം DGC അറിയിക്കണമല്ലോ, ഞങ്ങൾക്ക് ഹയറിംഗ് പ്രോസസ്സ് നീണ്ടുപോവുകയാണ്, ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയില്ല. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇത് മൊത്തം ഡിസ്റപ്റ്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? അത് പൈലറ്റുമാരുടെയും ക്രൂവിൻ്റെ ഷോർട്ടേജ് മാത്രമാണോ കാരണം? ഇത് പൈലറ്റുമാരുടെ മാത്രം ഷോർട്ടേജ് അല്ല, ഇവരുടെ ഈ ഫ്രണ്ട്ലി അല്ലേ ഈ എയർലൈൻ, പെർട്ടിക്കുലർ എയർലൈൻ, ആ എയർലൈൻ്റെ പേര് പറയുന്നില്ല, ഈ പെർട്ടിക്കുലർ എയർലൈൻ പൈലറ്റുമാർ വളരെ അറഗന്റ് ആറ്റിറ്റ്യൂഡാണ്. വളരെ അവര് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇവർക്ക് എല്ലാ ഓപ്പറേഷന് വളരെ ബുദ്ധിമുട്ടും. കാരണം 400 ഫ്ലീറ്റ് ഉള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി. അപ്പൊ ഇതിനേക്കാളും വലിയ കമ്പനിയാണല്ലോ എമിറേറ്റ്സ്. എന്ത് സ്മൂത്ത് ആയിട്ട് ചെയ്യുന്നു. ഇവരാണ് ഫോറിനേഴ്സ് വന്നാൽ ഇവർക്ക് ഒരു ഇതുമില്ല, എല്ലാ ഫെസിലിറ്റീസും പേയ്മെന്റും സാലറീസും ഓൾമോസ്റ്റ് ഡബിൾ ദ എമൗണ്ട് ആകുന്നുണ്ട്. പിന്നെ ഫെസിലിറ്റീസ് 5 സ്റ്റാർ ഫ്ലാറ്റ്സ് ആ കൊടുക്കുന്നത് ബോംബെയിലും ഡൽഹിയിലൊക്കെ. 5 സ്റ്റാർ താജിന്റെ ഫ്ലാറ്റ് ആണ് ഇത്. ഇന്ത്യക്കാരാണെങ്കിൽ ഹാഫ് ഓഫ് ദ എമൗണ്ടേ ഉള്ളൂ. അതായത് ഇവിടെ നിന്ന് വിട്ടുപോകാനുള്ള കാരണം എന്ത്? ഗൾഫിലേക്കും അവിടെ ഇവിടെ എല്ലാം ഒമാൻ എയർ, ഖത്താർ എയർവേസ്, പിന്നെ എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഇതിലൊക്കെ പോകാനുള്ള കാരണം എന്താണ്? ഇവിടെ ഷോർട്ടേജ് ആണ്, ഹെവി ഷോർട്ടേജ് ആണ് ഇവിടെ ഈ കമാൻഡേഴ്സിനുള്ളത്. ഈ പൈലറ്റ്സ് അവൈലബിൾ ആണ് ഇപ്പൊ എല്ലാവരും. പിന്നെ ഈ ടോപ്പ് ലെവലിലെ ഈ IAS-കാരും DGC-കാരൊന്നും ഒന്നും ഇവർക്കൊന്നും ഒരു നോളജേ ഇല്ല. IAS-ന് എന്തറിയാൻ? ഈ IAS ഈ അഡ്മിനിസ്ട്രേഷനിലല്ലേ അറിയത്തുള്ളൂ. ഇവർക്ക് ഈ എയർലൈൻ സിവിൽ ഏവിയേഷനെ പറ്റിയിട്ട് ഒരു ഇതുമില്ല. എന്നോട് ഇതിന്റെ ഇടയിൽ ഒരു IAS ഓഫീസർ പറയാണ്, പ്ലെന്റി ഓഫ് അവൈലബിൾ പൈലറ്റ്സ്, എയർ കേരള എന്ന് പറഞ്ഞ് തുടങ്ങാനുള്ള ഒരു ഇതില് ഞാനും പോയിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ പൊതുവെ ഷോർട്ടേജ് തന്നെയാണ് ഇത്. കാരണം ഇവർ ഈ പെർട്ടിക്കുലർ എയർലൈൻ അവരെല്ലാത്തിനും ഇതിപ്പോ CPL എന്നാണ് പറയുന്നത്. ആദ്യം കിട്ടുന്ന ഈ ലൈസൻസിന് അത് അമേരിക്കനൊക്കെ ചെയ്തു വരാം, ഇന്ത്യയും ചെയ്തു വരാം. അത് കഴിഞ്ഞ് ALTP എന്ന് പറയും, എയർലൈൻ ട്രാൻസ്പോർട്ട് ലൈസൻസ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2000 hours കഴിഞ്ഞാലേ ഈ LTP ലൈസൻസ് കിട്ടും. അതും കഴിഞ്ഞ് നമ്മുടെ ഈ ട്രെയിനിങ് ഉണ്ട്, ബോയിങ്ങിന്റെ ആയാലും എയർബസിന്റെ ആയാലും. അതൊക്കെ നമ്മൾ സ്വന്തം 10-25 ലക്ഷം ചെലവ് ഇട്ടിട്ട് സ്വന്തം എൻഡോഴ്സ്മെന്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ MBBS കഴിഞ്ഞ് MDക്ക് പോവല്ലോ, ഇത് എന്താ കണ്ണിന്റെയോ തലിന്റെയോ എല്ലിന്റെയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓർത്തോ. അതുപോലെയാണ് എയർബസ് അല്ലെങ്കിൽ ബോയിങ്ങിന്റെ ഒക്കെ ഈ എൻഡോഴ്സ്മെന്റ് വേണം. അതിന് ഓൾമോസ്റ്റ് 25 lakhs. മുമ്പ് ഈസ്റ്റ് വെസ്റ്റ്, ഇപ്പൊ നൂറുദ്ദീൻ സാഹിബ് പറയും പോലെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ ഫുള്ള് ഫ്രീ ആയിരുന്നു ചെയ്തിരുന്നത്. ഈ നിങ്ങൾ അറിയുന്നറിയില്ല, ഈ ഇദ്ദേഹം ഉണ്ടല്ലോ റൈമണ്ട്സിന്റെ ഓണർ, വലിയ മൾട്ടി ബില്യണർ ആണ്, സിംഗാനിയ. അദ്ദേഹത്തിന്റെ പോലും എൻഡോഴ്സ്മെന്റ് ചെയ്ത കമ്പനി ആയിരുന്നു. അങ്ങനെ ആയിരുന്നു പൊതു. ഇവര് ജസ്റ്റ് മണി അല്ലാതെ അവരെ ബെനിഫിറ്റ്. ഇപ്പൊ പറഞ്ഞല്ലോ ഈ ലീൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇവർ പൈലറ്റ്സിനെ കൊണ്ട് ക്രൂ ചെയ്ത ഒരു ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഈ ഞങ്ങൾ എന്തും ചെയ്യണം, അങ്ങനെ ഉണ്ടല്ലോ. ഇത് ഗുണ്ടായിസം, പിന്നെ എന്താ പറയുന്നതിന് അങ്ങനത്തെ ഒരു അറഗന്റ് ആറ്റിറ്റ്യൂഡിലാണ് പെരുമാറുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു പാസഞ്ചറോട് ചോദിച്ചു നോക്ക്, 1 കിലോ പോലും അത് പൈലറ്റ് തുമാരാക്കാൻ വയ്ക്കുക, അങ്ങനെയൊക്കെ ചോദിക്കും എയർപോർട്ടിൽ. ഒരു എയർലൈനും പൈലറ്റ്സ് പോയി ക്യാപ്റ്റൻ പോയി പറഞ്ഞ റിക്വസ്റ്റ് ചെയ്ത അവർക്ക് നമ്മുടെ പാസഞ്ചറോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവളോ VVIPs ആരായാലും ഇവർക്ക് ലീസ്റ്റ് ബോധം. അത് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിലുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് ഇവര് DGCL ഇവര് പറഞ്ഞ ഇത് 2 കൊല്ലം മുമ്പ് ഇത് ICAO എന്ന് പറയും, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ ആസ് പെർ റൂളാണ് ഇത്. DGC അതൊന്നും ബോധറേ ഇല്ല. ഈ 2 ലാൻഡിങ്സ്, പിന്നെ നൈറ്റ് തുടങ്ങുന്ന ഇപ്പോ എന്നറിയാം 00 hours to 5 o'clock വരെയാണ് ഉണ്ടായിരുന്നത്. 12 to 5 midnight. അതിപ്പോ 12 to 6. ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്നറിയോ? ഈ DGCL പുള്ളി ഞാൻ പറയുന്നത് ഇവർക്ക് ഇൻഫ്ലുവൻസ്, ഇവർക്കുള്ള ഇൻഫ്ലുവൻസ് ആര് പറഞ്ഞാലും ദേ ആർ ലീസ്റ്റ് ബോദർ. അത് പിന്നെ ഈ ഹൈ പ്രൊഫൈൽ എന്നല്ല, പൈലറ്റുമാരും ഇതില്ല, ഇത് തകരാറില്ലെന്നല്ല. ഇവര് ഇത്രയും ബോണ്ട് അത് ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ലല്ലോ ഏതൊരു ജോലിക്കാരെയും. ഇവര് ഫോഴ്സ്ഫുള്ളി ഷെരീഫ്, അവിടെയാണ് എന്റെ ചോദ്യം. DGC ഇന്ത്യയിലെ വ്യോമയാന മേഖലയെ നിയന്ത്രിക്കുന്ന ഒരു ഏജൻസിയാണ്. അവർക്ക് പവറുണ്ട്, അവർക്കൊരു കാര്യം നടപ്പാക്കാൻ പറ്റും. അവരെല്ലാം ഇത് പക്ഷേ ഒരു DGCക്ക്
ഈ ഇൻഡിഗോയുടെ പേരന്റ് കമ്പനിയും ഇൻഡിഗോയുടെ മുതലാളിയും കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്തിട്ടുള്ള സംഭാവന കോടികളാണ്. അപ്പോൾ ഞങ്ങൾ അവർക്ക് സംഭാവന കൊടുക്കുന്നുണ്ട്, ഞങ്ങളെ ഭരിക്കാൻ ആരാണ് എന്നൊരു ധാർഷ്ട്യം ഇവർക്കുണ്ടോ? അതേ രാഷ്ട്രീയമൊന്നും ഇല്ല. അത് പൈലറ്റുമാരുടെ ഇടയിലും ഈ ഒരു ഇത് ഉണ്ട്, ടോക്ക് ഉണ്ട്. എല്ലാരും വിട്ടു പോകുന്നത് നമ്മുടെ നാട് വിട്ടിട്ട് പോവോ? കാരണം ഇത് പോവാൻ, ഞാനിപ്പോ സൗദിയിലുണ്ടായിരുന്നു, സൗദിയും ദുബായിലെല്ലാം പോവാൻ കാരണം ഈ ഒരു എന്താ പറയാ, ഒരു അറഗൻ ആറ്റിറ്റ്യൂഡും പിന്നെ പിന്നെ ഈ പൈലറ്റ്സ് എന്ന് പറയുമ്പോ അങ്ങനെ ഒരു ക്രൂവിനും പൈലറ്റ്സിനും ഇപ്പൊ 2 മണിക്ക് ഒരു 5 മണിക്കുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരു പൈലറ്റിൽ 1 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. 1 o'clock ഗെറ്റ് റെഡി, കാറൊക്കെ വരുമ്പോൾ ഒരു 1.5 hour ബിഫോർ ഈ ഷുഡ് ബി ഇൻ ദ കോക്പിറ്റ്, ക്രൂവും ക്യാപ്റ്റനും ഒക്കെ. അപ്പൊ ആ ഒരു ടൈം നമ്മൾ നോക്കുന്നത് ഈ പോകുന്ന ജസ്റ്റ് ഇത് അത് ഈ പെർട്ടിക്കുലർ എയർലൈൻ എന്ത് പറയുന്നത് അറിയോ, നിങ്ങൾ എങ്ങനെയെങ്കിലും പോയി വരണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ്. വേറൊരു എയർലൈനും ഇങ്ങനെയില്ല. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എയർ ഇന്ത്യ ഉണ്ട്, വേറെ കുറെ എയർലൈൻ ഉണ്ടല്ലോ. പിന്നെ ആരെയും ഇവർ മുകളിൽ പൊങ്ങാൻ വിടുന്നില്ല. അതെല്ലാം DGCയും ഗവൺമെന്റും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആസ് യു സെഡ്, യുനോ, നിങ്ങൾ ഇവിടെ പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നുള്ള ഒരു തോന്നലുണ്ട്. ഞാൻ ഇതിന്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ട്, വലിയൊരാള്, അദ്ദേഹത്തിന് ഒരു എയർലൈൻ തുടങ്ങണം എന്നാണ് ദുബായില് ഞാൻ എൻക്വയറി ചെയ്തിരുന്നത്. അവിടെ എത്രയാണെന്നറിയോ, ആകെ വേണ്ട 5 കോടി രൂപ. ഈ നമ്മുടെ ഈ AOC എന്ന് പറയും, എയർലൈൻ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആണെങ്കിൽ 90 crore എന്തോ ഡെപ്പോസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അത് നൂറുദ്ദീൻ സാഹിബ് അറിയാം എന്നെക്കാളും. ഞാൻ അതിന് പോകുന്നതല്ല, ഇവരെ ഈ ആറ്റിറ്റ്യൂഡ് ഞാൻ പറയുന്നത്. ഈ ക്രൂസിനോടായാലും ഇത് പൈലറ്റ്സിനോടായാലും. പിന്നെ ഇത് ഒന്ന് ടേക്ക് ഓഫ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ പൊതുവെ പൈലറ്റ്സ് ഉണ്ടാകുന്ന ഞങ്ങൾ തന്നെ ഏറ്റവും വലിയ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അത് നല്ലതല്ല. ഞാൻ പലരോടും പറയാനുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ക്യാപ്റ്റൻ ഒരു പ്രൈവറ്റ് ജെറ്റില് നമ്മുടെ ഇത് ഡെപ്യൂട്ടി CM ഉണ്ടല്ലോ മഹാരാഷ്ട്രന്റെ, അദ്ദേഹം പോയി പൂനെയിൽ നിന്ന് പിന്നെ അവിടെ അടുത്ത ബാരാമതിയിൽ എന്തോ ചെറിയ എയർപോർട്ടിൽ പോയി. ടൈം ഒരു 6 മണിയാകുമ്പോ ഇവൻ 8 hours ആണ് ഡ്യൂട്ടി. 8 hours ആകുമ്പോ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ അവരെ അങ്ങനെ അത് പറയുന്നതൊക്കെ തെറ്റാണ്. ഞാൻ അത് അദ്ദേഹത്തോടും പറഞ്ഞിരുന്നു. സ്ട്രോങ്, അബ്സല്യൂട്ട്ലി റോങ്. ഒരു നമ്മുടെ CM ആണ്, മന്ത്രി എന്നെല്ലാം പറഞ്ഞ് നമ്മളൊരു ബഹുമാനിക്കേണ്ടതാണ്. ഇതിങ്ങനെയുള്ള ആളുകളെ ഒന്നും കാണുന്നതുകൊണ്ട് ഇവർക്കൊരു ഇതുണ്ടാകുന്നു. അത് മാത്രമല്ല, ഈ പെർട്ടിക്കുലർ എയർലൈൻ, ഞാൻ പേര് പറയുന്നത് പറഞ്ഞാൽ പിന്നെ അവര് അങ്ങനെ ഇങ്ങനെ പറയുന്ന പറഞ്ഞു. ഈ പെർട്ടിക്കുലർ എയർലൈൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ പറഞ്ഞ മാതിരി ഗവൺമെന്റ് ATCയിലായാലും എവിടെ ആയാലും ഇവർക്കൊരു പ്രിഫറൻസ് ഉണ്ട്. അതല്ലല്ലോ നമുക്ക് ഈ DGC എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷന്റെ ഈ തന്നെ വേണ്ട, ICAO എന്ന് പറയും. അവരും DGCന്റെ ഈ അറബൻ ഈ ഒരു പെർട്ടിക്കുലർ എയർലൈന് വേണ്ടി ഒരു ഇതുമില്ല. പൈലറ്റ്സ് ആയാലും ഇതെല്ലാം ക്രൂ ആയാലും ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നത്, അതൊക്കെ എനിക്ക് ഒരു ദഹിക്കാത്തൊരു സംഭവമാണ്. ശരി, ശ്രീ സൈനുലാബ്ദീൻ, ഇപ്പോൾ ഈ ഇൻഡിഗോയുടെ ഈ വിമാനങ്ങൾ നിശ്ചലമായ സമയത്ത് മറ്റ് വിമാന കമ്പനികൾക്ക് കോൾ അടിക്കുകയായിരുന്നു. അതായത് 10,000 രൂപകളെടുത്തൊക്കെ 60,000, 70,000, 80,000 ഒക്കെയാണ് ടിക്കറ്റ് നിരക്ക് വന്നത്. കാരണം എല്ലാവരും ഇക്കാര്യത്തിൽ അവസരം കിട്ടുമ്പോൾ ഊറ്റുക എന്നുള്ളതാണ്. നമ്മുടെ വിമാന യാത്രാ നിരക്ക് ഡീറെഗുലേറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ്. വിമാന കമ്പനികളാണ് നിരക്ക് തീരുമാനിക്കുന്നത്. അവർക്ക് അവരുടേതായ അൽഗോരിതം കൊണ്ട് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് റേറ്റും കൂടും. അപ്പോൾ ഇന്ത്യയ്ക്ക് ഒരു അടി കിട്ടിയ സമയത്ത് മറ്റുള്ളവർ അതിൽ ലാഭം കൊയ്യാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ അല്പം മുമ്പ്, ഒരു 3-4 മണിക്കൂർ മുമ്പ് വ്യോമയാന മന്ത്രാലയം ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അധികം പൈസ കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് 500 കിലോമീറ്ററിന് 7,000, 8,000 കൂടുതരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുതിയ ഉത്തരവ് വന്നിട്ടുണ്ട്. അത് തന്നെ എങ്ങനെ പാലിക്കപ്പെടുമെന്ന് അറിയില്ല. അപ്പോൾ വേണമെങ്കിൽ സർക്കാരിന് ഈ വിമാനയാത്രാക്കൂലി നിയന്ത്രിക്കാനും പറ്റും എന്നല്ലേ അത് തെളിയിക്കുന്നത്? തീർച്ചയായും. ആക്ച്വലി ഒരു പ്രവാസ ലോകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഉത്സവ സീസൺ ഡിസംബറാണ്. ക്രിസ്മസ് ഉണ്ട്, സ്കൂൾ വെക്കേഷൻ ഉണ്ട്, അത് മറ്റ് ആഘോഷങ്ങളുണ്ട്. ധാരാളം യാത്രക്ക് തയ്യാറാവുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പണ്ട് തന്നെ പ്രവാസ ലോകത്തുള്ള ആളുകൾ യാത്രാക്ലേശത്തിൽ അല്ലെ ഈ വിമാന നിരക്കിൻ്റെയും ടിക്കറ്റ് നിരക്കിൻ്റെയും അതുപോലുള്ള ഈ കട്ട് ചെയ്യുന്നതിലൊക്കെ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയിൽ അത് പരിഹരിക്കും, അതിന് പലവിധ നിയമയുദ്ധങ്ങളൊക്കെ നടത്തി ഗവൺമെന്റ് ഈയിടക്കും മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നപ്പോൾ പ്രതീക്ഷിക്കും നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓരോ അവസരങ്ങളും. ഇപ്പോൾ എല്ലാ വിമാന കമ്പനികളും ഇപ്പൊ എല്ലാ കാലത്ത് പറക്കുമ്പോൾ ഒരേ ഇന്ധന ചെലവും ഒരേ സാലറിയും ഒരേ സെറ്റപ്പും ഉണ്ടായിട്ടും അത് ഇതുപോലുള്ള
സീസണിൽ എക്സ്ട്രാ വാങ്ങിക്കുന്നത് അത് മനഃപൂർവമായ ഒരു 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 കൊള്ള തന്നെ എന്നാണല്ലോ പറയേണ്ടത്. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത് ഇൻഡിഗോയുടെ ഈ ഒരു ഡിസിഷൻ മുഖേനയുള്ളതാണ്. ആക്ച്വലി ഇത്രയും ഒരു വികസിച്ച കാലഘട്ടത്തിൽ, ടെക്നോളജി വികസിച്ച കാലഘട്ടത്തിൽ വളരെ ഈസിയായി കാര്യങ്ങൾ നീങ്ങേണ്ട ഘട്ടത്തിൽ ഇന്ത്യ ഒരുപാട് ലോകത്തിന്റെ പല സംഭവത്തോടും ഉയർന്നു നിൽക്കുന്ന വികസനമുള്ള ഘട്ടത്തിൽ ഇതിനൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഇതിനൊക്കെ അതിൻ്റെതായ രീതിയിൽ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അത് വിമാന കമ്പനിയുടെ പിഴവാണെങ്കിലും അല്ല അതിന്റെ മാനേജ്മെന്റിന്റെ മിസ്റ്റേക്ക് ആയിരുന്നാലും അല്ല ഗവൺമെന്റ് റൂള് റെഗുലേറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലൊക്കെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് ചെയ്യാനായിട്ട്. എന്നിട്ടാണ് ഈ ആയിരക്കണക്കിന് ആളുകളുടെ ഇപ്പോൾ വാസ്തു ലോകത്തേക്ക് തന്നെ വരുന്ന പല ആളുകളും പല എയർപോർട്ടിലും തങ്ങിക്കിടക്കുകയാണ്. ലോക്കൽ ഡൊമസ്റ്റിക് ആണ് കൂടുതൽ ഇഷ്യൂ ഉണ്ടെങ്കിലും അവരൊക്കെ യാത്ര ചെയ്യേണ്ടത് പലരും ഇങ്ങോട്ടൊക്കെയാണ്. അപ്പൊ ഇതിനൊക്കെ ഇപ്പോ മറ്റ് വിദേശ കമ്പനികൾ എക്സ്ട്രാ ഫീസ് വാങ്ങിക്കുന്നില്ല, എക്സ്ട്രാ ചാർജ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അവർക്ക് കിട്ടിയൊരു അവസരം തന്നെയാണ്. ഈ ഒരു വിഷയമൊക്കെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇന്ത്യയെ കുറിച്ച് എന്തൊക്കെ പറയുകയാണെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന എയർലൈൻസ് എന്ന നിലയിൽ ഇന്ത്യയിലെയും വിദേശത്തെയും യാത്രാ സൗകര്യങ്ങൾ വളരെ വൃത്തിക്ക് പോയി എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളാണ്. അപ്പോൾ ഇഷ്ടാനുസരണം ഇപ്പോൾ ഇന്ത്യയിൽ ഡൊമസ്റ്റിക് തന്നെ ധാരാളം ഫ്ലൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു, ആളുകൾക്ക് സൗകര്യത്തിനനുസരിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്നു. വിദേശത്തും ധാരാളം, ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് വരുന്നത് എക്സ്പ്രസ്സിന് പോലും അതിൽ കൂടുതലോ ഇൻഡിഗോയാണ്. ഒരു നല്ല രീതിയിൽ പോകുന്നു, പൈസ ചെലവ് വന്നാലും. പക്ഷേ ഈ ഒരു ഡിസിഷൻ വല്ലാതെ, കാരണം അത് ഒരു പ്രവാസ ലോകത്തൊക്കെ ജീവിക്കുന്ന അല്ലെങ്കിൽ കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇതിനൊക്കെ എത്ര പരിഹാരങ്ങളുണ്ട് ഇതൊക്കെ നടപ്പിലാക്കാൻ. ഇങ്ങനെ ഒരു സമരമുഖത്തേക്ക് എത്തിക്കുക അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഡിസോർഡർ ആക്കുക, അതിൻ്റെ ആവശ്യമില്ലാതെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടോ ഒരു ടാക്സി ട്രാൻസ്പോർട്ടോ അല്ലല്ലോ ഇത് എയർലൈൻസ് അല്ലേ. ഇതിനെ കൈകാര്യം ചെയ്യാൻ ഇൻഡിഗോക്ക് എന്തെങ്കിലും തൻ്റെ ഇടം കൂടുതൽ ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ പരിഹരിക്കാൻ എന്തൊക്കെ സംവിധാനമുണ്ട്. ഈ ഒരു സാമ്പത്തികം കൊടുത്താൽ പോലും ഇപ്പോൾ റീഫണ്ട് പിന്നെ ഒരു ഇഷ്യൂ, ഇപ്പോൾ ഗവൺമെന്റ് ഡിസിഷൻ വന്നു, ആ ഡിസിഷൻ ഒന്നും ഒരു തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ പരിഹാരമുള്ളതാണെന്ന് തോന്നുന്നില്ല. തീർച്ചയായും അതിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്ന പെട്ടെന്നൊരു നിരക്ക് നിശ്ചയിച്ചു എന്നതൊന്നും ഒരു പ്രതീക്ഷ നൽകുന്നതല്ല. ഇതൊക്കെ അവർക്കൊരു അവസരം കൊടുക്കുകയാണ്, മറ്റ് വിമാന കമ്പനികൾക്കൊക്കെ ഒരു ചാൻസ് കൊടുക്കുകയാണ്. അതുകൂടാതെ ഒരു സന്തോഷം, നോർമലായി യാത്ര ചെയ്ത് പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമല്ലേ വന്നത്. ശരി, ശ്രീ മുരളീധരൻ, ഇവിടെ തുടക്കത്തിൽ സംസാരത്തിൽ നിങ്ങൾ പറഞ്ഞത് ഈ DGC ആണ് ഇതിന് കാരണക്കാരെന്ന് പറഞ്ഞു. DGC ഒരു റെഗുലേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ റെഗുലേഷൻ പാലിക്കേണ്ടതില്ലാത്ത വിധം അവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ ഞങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, രാജ്യത്തെ വിമാന ഗതാഗതം ഒരു ദിവസം സ്തംഭിച്ചാലും ഞങ്ങളെ ആരും തൊടില്ല, ഈ ധൈര്യം ഇൻഡിഗോയ്ക്ക് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ അതിനു മുമ്പായിട്ടൊരു സൂചിപ്പിക്കട്ടെ. മിസ്റ്റർ അജിംസ് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ ഞാൻ ടിക്കറ്റ് റേറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാനായിട്ട് 1,00,000 രൂപയിൽ കൂടുതലാണ് ഞാൻ കണ്ടത്. മിസ്റ്റർ അജിംസ് സൂചിപ്പിച്ചല്ലോ, ഒരു 3-4-5 മണിക്കൂർ മുമ്പാണ് ഫെയർ കൺട്രോൾ വന്നത്. ഞാൻ ഇത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനിപ്പോഴും ഓർക്കുന്നു, പ്രഫുൽ പട്ടേലിൻ്റെ കാലത്താണ്, UPSA സർക്കാരിൻ്റെ കാലത്താണ് ഈ ഫെയർ കൺട്രോൾ കൊണ്ടുവന്നത്. അന്ന് പ്രഫുൽ പട്ടേൽ പോകുന്ന പോക്കിൽ വയലാർ രവിക്ക് കൈമാറുന്നതിന് മുമ്പായിട്ട് ഈ ഫെയർ കൺട്രോൾ അങ്ങോട്ട് വിഡ്രോ ചെയ്തു. അന്നും ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത, അന്ന് ഫുൾ എയർലൈനും മാത്രമേ ഈ ഫെയർ കൺട്രോൾ ബാധകമായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവസാന കാലമായപ്പോഴേക്കും ഈ UPA സർക്കാരിൻ്റെ അവസാന കാലമായപ്പോഴേക്കും വളരെയധികം ബഡ്ജറ്റ് എയർലൈൻസ് വന്നു. ബഡ്ജറ്റ് എയർലൈൻസിന് ഇത് കൺട്രോൾ ബാധകമല്ല എന്ന് മാത്രമല്ല, അവർ എത്ര വാങ്ങിക്കാൻ പറ്റും അതിലും കൂടുതലായിട്ട് വാങ്ങിക്കണം. ഞാൻ കഴിഞ്ഞ ഒരു മുരളീധരൻ, അതാണ് എൻ്റെ ചോദ്യം. 10 ദിവസം മുമ്പ് എന്നിട്ടും ബഡ്ജറ്റ് എയർലൈൻസ് എന്ന പേരാണ് ബാക്കി. അല്ല, അതിൽ പറയണത് കാര്യം അങ്ങനെ എന്നോട് പറഞ്ഞല്ലോ, ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവർക്ക് കിട്ടുന്ന പൈസ, രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും അഴിമതിയുള്ളൊരു സെക്ടർ. ഞാൻ എൻ്റെ 45 കൊല്ലമാണ് ഞാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിനും മറ്റുമൊക്കെ വേണ്ടി ഡൽഹിയിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പോകുമായിരുന്നു. വിവിധ വിമാന മന്ത്രിമാരുമായി നിരന്തരം ബന്ധപ്പെട്ട് കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം, അന്ന് തിരുവനന്തപുരം മാത്രം എയർപോർട്ടുള്ളൂ, ഇൻ്റർനാഷണൽ സർവീസ് ഉള്ളൂ,
ഒത്തിരി അതിൻ്റെ ഉള്ളിലുള്ള കള്ളക്കളികൾ ഞാൻ ഒരു പരസ്യമായിട്ടുള്ള ഇതിൽ പറയുന്നത് ശരിയല്ല. അഴിമതിയുടെ കൂത്തരങ്ങാണ് ഈ വ്യോമയാന രംഗം. ഈ കൺട്രോള് വിഡ്രോ ചെയ്ത പ്രഫുൽ പട്ടേലിന് എത്രായിരം കോടി കിട്ടി എന്നുള്ളത് എനിക്കറിയില്ല, ഞാനതിന് പറയാൻ അശക്തനാണ്. പക്ഷേ എയർ ഇന്ത്യയുടെ വിമാനം കച്ചവടം നടത്തിയപ്പോൾ 10,000 കോടി രൂപ അദ്ദേഹത്തിന് കിട്ടി. നമ്മുടെ കണ്ണൂർ ഡയറക്ടറായിട്ടിരിക്കുന്ന തുളസീദാസനും അന്ന് അദ്ദേഹമാണ് CMD. CBI കേസ് വന്നു, പ്രഫുൽ പട്ടേൽ BJP സർക്കാരിൻ്റെ ആളായി. ആ CBI കേസും എല്ലതും പോയി, വെള്ളത്തിലായി. തുളസീദാസ് രക്ഷപ്പെട്ടു, പ്രഫുൽ പട്ടേലും രക്ഷപ്പെട്ടു. ഇത് എത്ര പറഞ്ഞാലും, ഈ അഴിമതിയെ കുട്ടി എത്ര പറഞ്ഞാലും നമുക്ക് അവസാനിക്കില്ല ഈ വ്യോമയാന രംഗത്തിൻ്റെ. ഞാനിനി ഈ ഫാക്റ്റിലോട്ട് വരാം. ഇപ്പോൾ ഈ വന്ന ഓർഡർ ഫെയർ കൺട്രോൾ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ വീണ്ടും ഈ കേരളത്തിലെ 4 എയർപോർട്ടും ചെക്ക് ചെയ്തു. അവിടെ 18,000 ഏറ്റവും മാക്സിമം ചാർജ് ചെയ്യാവുന്നത്. കൊച്ചിയിൽ മാത്രം 20,000 രൂപ വരെ ഫെയർ കണ്ടു. ഇത് എക്കണോമി ക്ലാസ്സിന് മാത്രമേ ബാധകമുള്ളൂ, പോരാ, ഇത് ബിസിനസ് ക്ലാസ്സിനും ബാധകമാക്കണം. അത് ബിസിനസ് ക്ലാസ്സിൻ്റെ ലെവലിൽ ബാധകമാക്കണം. യാത്രക്കാരന് എല്ലാ സെക്ടറിലും അവർക്ക് സംരക്ഷണം കിട്ടണം. ഈ കൊള്ളയടി അവസാനിപ്പിക്കണം. ഇത് ഒത്തിരി കൊല്ലങ്ങളായിട്ട് നമ്മൾ സൗണ്ട് ചെയ്ത് പറയണതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഇത് പറയാണ്. ഞാൻ ഈ ഫെയർ വർധനയെ പറ്റിയിട്ട് ഒരു കമ്പാരിസൺ കൊടുത്തു. അതിൽ ഒരു കമ്പാരിസൺ കൊച്ചിയിൽ നിന്നായിരുന്നു. കൊച്ചിയിൽ ഡിസംബറിൽ ഒരു ദിവസം പോയിട്ട് തിരിച്ച് ജനുവരി വരുന്ന ഒരു ഫെയർ എടുത്തപ്പോൾ എനിക്ക് കൊച്ചി എയർ ഇന്ത്യ ഫുൾ ഫ്ലൈറ്റ്, നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ല, അവരെ റേറ്റ് 33,000 രൂപയായിരുന്നു. ഞാൻ എഴുതുന്ന ഡേറ്റ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല, ഇത് 2 ആഴ്ച മുമ്പ് നടന്നതാണ്. അത് ഹിന്ദുവിൽ വന്നിരുന്നു, മനോരമയിൽ വന്നിരുന്നു ഇതൊക്കെ. അപ്പോൾ അവിടെയുള്ള ബഡ്ജറ്റ് എയർലൈൻ അല്ല, ബഡ്ജറ്റ് എയർലൈൻ എന്ന് പറഞ്ഞാൽ ചിലവ് കുറഞ്ഞ എയർലൈൻ. ഞാനിത് എയർ ഇന്ത്യ ഫുൾ എയർലൈൻ്റെ എടുത്തപ്പോൾ 45,000 രൂപയായിരുന്നു ഇൻഡിഗോ ചാർജ് ചെയ്തത്. ഈ ന്യൂസ് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ എയർ ഇന്ത്യയുടെ ഫെയർ ഹൈക്കായി, കാരണം ഡിമാൻഡ് കൂടി. ഈ ഇൻഡിഗോ ഉടനെ റിവർട്ട് ചെയ്തു, അത് 30,000 പോന്നു ഫെയർ. അപ്പോൾ ഇവിടെ ആളുകൾ ഈ കൊള്ള നടക്കുന്നത് ആളുകൾ അറിയുന്നുണ്ട്, ഇവിടുത്തെ മീഡിയകൾ പ്രതികരിക്കുന്നുണ്ട് എന്ന് വന്നാൽ അവർക്ക് ഭയമാണ്. പിന്നെ ഞാൻ മറ്റേ ഇതിലേക്ക് വരികയാണ്, സെക്ടറിലേക്ക് വരികയാണ്. ഈ DGCA ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഇത് വളരെയധികം സാഹുതാർഹമാണ്. ഇത് എല്ലാ സെക്ടറിലും ഞാൻ പറഞ്ഞു വരുന്നത് ഡൊമസ്റ്റിക് സെക്ടർ മാത്രമല്ല, നമ്മൾ ഈ പ്രവാസികളുടെ ദുബായ്ക്കൊക്കെ ഈ നേരത്തെ ഉണ്ടായിരുന്ന കൺട്രോൾ റേറ്റിൽ ദുബായ്ക്ക് മാക്സിമം ഈടാക്കാവുന്ന 30,000 രൂപയായിരുന്നു. ഡൽഹിക്കാണെങ്കിൽ അത് ഇപ്പോൾ 18 വെച്ചിട്ടുണ്ട്, 20 അപ്പോൾ അതുപോലെ എല്ലാ സെക്ടറിലേക്കും വന്നു കഴിഞ്ഞാൽ ഈ പ്രവാസികളോട് ചെയ്യുന്ന ക്രൂരത, ഇത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഒന്നാണ്. പാലൊഴുക്കാം തേനൊഴുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ഞാനത് കൂടുതൽ ഡീറ്റെയിൽസ് പോകുന്നില്ല. അധികാരത്തിൽ വരുമ്പോൾ ഇതൊക്കെ പറയും. അധികാരം കിട്ടിക്കഴിയുമ്പോഴോ, കഴിഞ്ഞ ദിവസം ഞാൻ ഇത് നമ്മുടെ മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ കറൻസീനെ പറ്റി പറഞ്ഞല്ലോ, അതായത് നമ്മുടെ അമേരിക്കൻ ഡോളറിൻ്റെ റേറ്റിനെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പം അതേ സംഭവം അന്ന് കുറ്റം പറഞ്ഞ നമ്മുടെ ബഹുമാനായ പ്രധാനമന്ത്രി, അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഗുജറാത്തിലെ, ഇപ്പോൾ അതേ അവസ്ഥയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ അതിൽ പറയുകയാണ്, നമ്മളുടെ നാണയ ശോഷണം. ഞാൻ 95 തായ്ലൻഡിൽ പോയപ്പോൾ അവിടെ ബാത്തിൻ്റെ റേറ്റ് ഒരു അമേരിക്കൻ ഡോളറിന് 34 രൂപയായിരുന്നു. ഇന്ത്യയുടെ ആണെങ്കിൽ 38 രൂപയും. ഇന്ന് ബാത്തിൻ്റെ റേറ്റ് 40 താഴെയും നമ്മളുടെ 90. എനിക്കറിയില്ല, ഞാൻ പല വിദഗ്ധരോടും ചോദിച്ചു, സംസാരിച്ചപ്പോൾ അവർ പലരും പല തട്ടിലാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്ഥിതി. കൺട്രോൾ വേണമെങ്കിൽ കൺട്രോൾ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഈ മന്ത്രിമാരുടെ ഒക്കെ മേലെയാണ് കൺട്രോൾ ഇവരുടെ കൈ. കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒന്നാണ്. വലിയ തുക തന്നെയാണ് അതിലും സീലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇൻഡിഗോ എയർലൈൻസും അതിൻ്റെ അനുബന്ധ കമ്പനികളും അതിൻ്റെ ഉടമ രാഹുൽ ഭാട്ടിയയും കൂടി 56 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന നൽകിയത്. അതിൽ ബഹുഭൂരിഭാഗവും നൽകിയിട്ടുള്ളത് ഭരണകക്ഷിയായ BJPക്കാണ് എന്നുകൂടി ഓർക്കണം. ശ്രീ നൂറുദ്ദീൻ, ലീൻ മാനേജ്മെൻറ്റിലൂടെ വളരെ അഗ്രസീവായിട്ടുള്ളൊരു ബിസിനസ് ചെയ്ത് ഇൻഡിഗോ മുന്നോട്ട് വന്നതാണ് എന്നൊക്കെ പറയാമെങ്കിലും ഒരു സിസ്റ്റത്തിൻ്റെ പിന്തുണയില്ലാതെ, ഏതോ തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ഇല്ലാതെ
60-65% വരുന്നൊരു മോണോപോളിക്ക് സമാനമായ ഒരു നിലയിലേക്ക് ഇൻഡിഗോയ്ക്ക് വളരാൻ കഴിയില്ല. ഇത് ഈ സെക്ടറിൽ എത്രമാത്രം ആരോഗ്യകരമാണ്? ശരിക്കും ഈ ഏവിയേഷനിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ മിസ്റ്റർ മുരളി പറഞ്ഞതിനോട് 100% യോജിക്കുകയാണ്. ഒരുപാട് അഴിമതികളും അനാരോഗ്യമായ പ്രവണതകളും ഉണ്ട്. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഏറ്റവും കൂടുതൽ തിരക്കുള്ള വ്യോമയാന മേഖലയാണ് ഇന്ത്യയുടെ വ്യോമയാന മേഖല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസം 5 മില്യൺ മുതൽ 6 മില്യൺ വരെ ആൾക്കാർ, ഇനിയിപ്പോൾ നല്ല സീസണൊക്കെ വരുമ്പോൾ ഇനി ഡിസംബറിലൊക്കെ അത് കൂടി വരും. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു ട്രാഫിക്കിന് നമുക്ക് അതിവേഗം ട്രാഫിക്കുള്ള ഏതൊരു സ്ഥലത്തും ട്രാഫിക് നിയന്ത്രിക്കുക എന്നുള്ളത് ദുഷ്കരമായൊരു കാര്യമാണ്. അപ്പം ഇത് നിർത്തിവെച്ചുകൊണ്ട് ഇത്തരം ഒരു സംവിധാനം ആലോചിക്കാൻ ഗവൺമെൻറ്റിന് കഴിയില്ല. ഞാൻ ഗവൺമെൻറ്റിനെയോ DGCയോ സപ്പോർട്ട് ചെയ്യല്ല. പക്ഷേ ഇനിയും ഇങ്ങനെ മൂക്കുകാരില്ലാതെ വിട്ടുകൂടാ എന്ന് മനസ്സിലാക്കിയത് ഈ ഒരു അവസരത്തിൽ അങ്ങനെ ചെയ്യേണ്ടതാണ്. കാരണം ഇനി വരാൻ പോകുന്നത് വളരെ തിരക്കുള്ള കാലമാണ്. ഇപ്പം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെ. ഇപ്പം നമ്മുടെ ഈ മൂടൽമഞ്ഞ് കാരണങ്ങളൊക്കെ ഒരുപാട് ഫ്ലൈറ്റുകൾ റദ്ദാകുന്നു. അതുപോലെ വിൻ്റർ ഷെഡ്യൂൾ വന്നപ്പോൾ വേറെ കുറേ ഫ്ലൈറ്റുകൾ റദ്ദായി. അപ്പോൾ ഇങ്ങനെയുള്ള അവിടെയൊക്കെ എന്ത് ചെയ്യും, ഈ ബാക്ക്ലോഗ്സ് ഇങ്ങനെ കൂടി വരും. ഡൽഹിയും മറ്റുമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, അവിടെയൊക്കെ രാവിലെ അധികം ഫ്ലൈറ്റും റദ്ദാവും. അപ്പോൾ ആ ഫ്ലൈറ്റുകൾക്കൊക്കെ വീണ്ടും സംവിധാനങ്ങളും മറ്റും ഒരുക്കേണ്ടി വരും. അപ്പോൾ ഈ ലോകത്ത് നമ്മളീ പറയുന്ന എല്ലാ കാര്യത്തിലും മറ്റു കാര്യങ്ങളിലും അഴിമതിയും ഭരണകക്ഷിയോടുള്ള പ്രത്യേക മമതയും പ്രീണനവും ഒക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഏറ്റവും നല്ലൊരു വ്യോമയാന ഗതാഗത സംവിധാനം ആ റൂട്ട് മാനേജ് ചെയ്യുന്നതിൽ ഈ നമ്മുടെ ഇന്ത്യയുടെ DGCക്ക് നല്ലൊരു കഴിവുണ്ടെന്ന് നമ്മളെല്ലാവരും സമ്മതിക്കണ്ടേ. നേരത്തെ നമ്മളൊരു 10 ആവറേജ് മിഡിൽ ക്ലാസ് ഇന്ത്യൻസ് ഉണ്ട് എങ്കിൽ അതിൽ 1-2 ആൾക്കാരാണ് മാക്സിമം യാത്ര ചെയ്തത്. ഇപ്പം നമ്മളെ ടെക്കികളൊക്കെ വളർന്നു വന്ന ഈ ഏറ്റവും കൂടുതൽ ഈ കമ്പ്യൂട്ടർ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ വളർന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ബോംബെ, ബാംഗ്ലൂർ, ചെന്നൈ, കൽക്കട്ട ഇതിലൊക്കെ ആയിരക്കണക്കിന് യാത്രക്കാരാണ്. അപ്പോൾ ഈ 10 പേരിൽ നിന്ന് അത് 6-7 മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഫെസിലിറ്റി കൊടുക്കണ്ടേ? ഇതിന് ഒരുപാട് ഘടകങ്ങളില്ലേ? ഇതുകൊണ്ടാണ് അവർ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ വെറുതെ കണ്ട് ഇൻവെസ്റ്റ് ചെയ്യില്ലല്ലോ. ഏറ്റവും കൂടുതൽ ബ്ലീഡ് ചെയ്യാൻ, അതായത് കൈപ്പൊള്ളുന്ന ഒരു രംഗമാണ് ഈ വ്യോമയാന മേഖല എന്നുള്ളത് പൊതുവെ ഒരു അംഗീകരിക്കപ്പെട്ടൊരു വസ്തുതയാണ്. പലരും വിചാരിച്ചതുപോലെ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നവർ നോക്കുകയാണെങ്കിൽ പലരും അത് ഗവൺമെൻറ്റിൻ്റെയൊക്കെ പിന്തുണയുള്ള എയർ ഇന്ത്യ എത്രയോ കാലം പിടിച്ചു നിന്നത് ഗവൺമെൻറ് പിന്തുണയിലാണ്. ഖത്തർ എയർവേസ് ആവട്ടെ, എമിറേറ്റ്സ് ആവട്ടെ, ഇത്തിഹാദ് ആവട്ടെ, അവർക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയുണ്ട്. അതിൽ എക്സെപ്ഷനായിട്ട് എയർ അറേബ്യ പോലെയുള്ള ചില ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട്. അതിൽ ഒരു ഗണത്തിൽപ്പെടുത്താവുന്നതാണ് ഇന്ത്യക്ക് പിന്തുണ ഇല്ല എന്നുള്ളതല്ല പറയുന്നത്. അപ്പോൾ ഇത് വളരെയധികം പ്രയാസകരമായൊരു കാര്യമാണ്. ഇതിലിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ക്യാപ്പിംഗ് വന്ന്, അത് മുരളിയും നിങ്ങൾ സൂചിപ്പിച്ച പോലെ ഈ ക്യാപ്പിംഗ് ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആയിട്ട്, അതായത് പരമാവധി 500 കിലോമീറ്ററിൽ 7,500 രൂപ, അത് 1000 മുതൽ വരെ 10,000 രൂപ, 1,500 മുതൽ അതിൻ്റെ മേലോട്ട് പോകുമ്പോൾ 15,000 രൂപ, അതിൻ്റെ മേലെ വരുമ്പോൾ 18,000 രൂപ. ഇങ്ങനെയുള്ള ഈ ക്യാപ്പിംഗ് സിസ്റ്റം സ്ട്രിക്റ്റായിട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ രംഗത്ത് ഈ ഒരു നിയന്ത്രണം അത്യാവശ്യമാണ്. കാരണം യാത്രക്കാരുടെ സുരക്ഷിതത്വവും ജീവനക്കാരുടെ സുരക്ഷിതത്വം നോക്കണ്ടേ. ഈ ഇൻഡിഗോ പോലെയുള്ള മാനേജ്മെൻറ്റ് അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പരമാവധി കൂടുതൽ പണം ലഭിക്കാൻ വേണ്ടി അവർ കാണിച്ചു കൊടുക്കുകയാണ് ലാഭം. ആ ലാഭം ഉണ്ടാക്കണമെങ്കിൽ ജീവനക്കാരെ പിഴിയണം, യാത്രക്കാരെ പിഴിയണം. അതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. നോക്കൂ, ഇന്ത്യ എന്നൊരു രാജ്യം ഇല്ല എങ്കിൽ ഇന്ന് കാണുന്ന ഒരു എയർലൈൻ ഈ ലോകത്തുണ്ടാവില്ല. ഈ ഏറ്റവും വലിയ എയർലൈൻ, ഏറ്റവും വലിയ കമ്പനികൾ നമ്മളെയൊക്കെ കൊട്ടിഘോഷിക്കുന്ന എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഖത്തർ എയർവേസ്, ഒമാൻ എയർ പോലെയുള്ള ഒരു എയർലൈനും ഇന്ത്യ എന്നൊരു രാജ്യമില്ലെങ്കിൽ ഇല്ല. ഇവരൊക്കെ കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലോട്ടാണ്. പക്ഷെ തിരിച്ച് ഇന്ത്യക്ക് അതുപോലെ അങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. കാരണം ഖത്തറിലാകെ ഒരു എയർപോർട്ടേ ഉള്ളൂ, ദുബായിലാകെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ 1-2 സ്ഥലത്തേ ഉള്ളൂ. പക്ഷെ തിരിച്ച് ഇന്ത്യയിലോട്ട് 100 കണക്കിന് എയർപോർട്ടിലേക്ക് അവർക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ സൗകര്യം കൊടുക്കുന്നു. അപ്പം ഈ വ്യോമയാന മേഖല ഏറ്റവും നന്നായി, കാരണം ചൈനയിൽ നിന്നോ മറ്റുള്ള റഷ്യയിൽ നിന്നോ കൂടുതൽ ജനസംഖ്യയുള്ള മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നോ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന പോലെ ചെയ്യുന്നില്ല.
ഗൾഫ് മേഖലയിലെ പരമാവധി ഇന്ത്യക്കാരാണെന്ന് നമുക്ക് തന്നെ അറിയാവുന്നതല്ലേ. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ മില്യൺസ് ആണ് ഓരോ രാഷ്ട്രത്തിലുള്ളത്. അതുകൊണ്ട് ഈ രംഗത്ത് നിർബന്ധമായി നടപ്പിലാക്കേണ്ട നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിർബന്ധമായി നടപ്പിലാക്കേണ്ടതാണ്. പക്ഷേ ജീവനക്കാരെ വർദ്ധിപ്പിക്കുക അത് എളുപ്പമല്ല, ദുഷ്കരമായ കാര്യമാണ്. ഇത് നമ്മൾ ഗവൺമെൻറ്റും എയർലൈനും സഹകരിക്കണം. യാത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എത്രയും വേഗം ഈ നിലവിലുള്ള ഈ ക്രൈസിസ് പരിഹരിച്ചു കൊടുക്കണം. ഈ കൂലി ചാർജുകൾ നേരത്തെ കൂട്ടിയത് മുരളിയൊക്കെ പറഞ്ഞതുപോലെ അത് വലിയ തോന്നിയാസമാണ്, തെറ്റാണ്. അതൊക്കെ നിർത്തലാക്കണം. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഏതെങ്കിലും പരസ്പരമുള്ള ലിങ്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാവൽ രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ യാത്രക്കാർക്ക് പരമാവധി സേവനം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെയൊക്കെ ആഗ്രഹം ഈ രംഗത്ത് കൂടുതൽ സുരക്ഷിതത്വം വേണം, കരുതൽ വേണം എന്ന് തന്നെയാണ്. ശരി, ശ്രീ മുഹമ്മദ് ഷെരീഫ്, ഇപ്പോൾ ഇന്ത്യൻ പൈലറ്റുമാരെ കുറിച്ച് പറഞ്ഞു. ഈ ഇന്ത്യൻ പൈലറ്റുമാർക്ക് ഇന്ത്യയിൽ വിലയില്ല, ഇന്ത്യയിൽ തന്നെ അവർക്ക് മൂല്യമില്ല എന്നൊരു പരാതി ഇന്ത്യൻ പൈലറ്റുമാർക്കുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഏതാനും വർഷം മുമ്പ് ഇന്തോനേഷ്യയിൽ ഒരു വിമാനാപകടം ഉണ്ടായപ്പോൾ അത് ഓടിച്ചുകൊണ്ടിരുന്നത് ഇന്തോനേഷ്യ പോലൊരു രാജ്യത്ത് വിമാനം ഓടിക്കുന്ന ഇന്ത്യക്കാരനായ പൈലറ്റാണ്. അതായത് ലോകത്തെവിടെയും പോയി അവർ ജോലി ചെയ്യുകയാണ് ഇന്ത്യയിൽ ഒഴികെ എന്നൊരു അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയുള്ള ഡിമാൻഡിനനുസരിച്ച് പൈലറ്റുമാരെ ട്രെയിൻ ചെയ്തെടുക്കാൻ ഈ രാജ്യത്തിന് കഴിയുന്നില്ലേ? അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ? ഇവിടെ ഇപ്പം ഇന്ത്യയിൽ പഠിക്കുകയാണെങ്കിൽ DGCA-യുടെ ആസ് പെർ 200 hours ആണ് ഇപ്പോഴും. ഞാൻ പഠിക്കുമ്പോഴൊക്കെ 250 hours ആയിരുന്നു. 200 hours എടുക്കാൻ ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 1, 2, 3 കൊല്ലം എടുക്കുന്നു. പിന്നെ ഇവിടെ DGCA-ന്റെ ഓരോ എക്സാം ക്ലിയർ ചെയ്യാൻ അതൊന്നും ലോകത്തിൽ എവിടെ ഇല്ലാത്ത നിയമമാണ്. ഇവിടെ ഈ RT ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റേഡിയോ ഓപ്പറേറ്ററിംഗ് ലൈസൻസ്. അതൊന്നും എവിടെയും ഇല്ല, അമേരിക്കയിലില്ല. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ലോ ആണ്, 1938, 1928 എന്ന് പറഞ്ഞിട്ടുള്ള ആ ലോയില്. ഇപ്പോ RT എന്നോട് ചോദിച്ചതാണ് ആ സമയത്ത് ഫാൻ്റെ RPM. ഞാൻ ചോദിച്ചു, സാർ ഫാൻ്റെ RPM ഒരു പൈലറ്റിന് എന്താണിത്? അപ്പൊ യു ആർ ഫെയിൽ, ഫെയിലിംഗ് ഇറ്റ്. ഇത് പിന്നെ വലിയ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ. ഒന്നാമത് ഈ പൈലറ്റ് ആവാൻ അത് ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഫെയിലായ ആൾക്കാരാണ് ഈ DGCA-യിലെ മിക്കവാറും ഓഫീസേഴ്സും. പിന്നെ ഒരു എന്തെന്നറിയില്ല, പൈലറ്റ്സിനോട് ഭയങ്കര ഒരു ജലസി ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ നൂറുദ്ദീൻ സാഹിബ് ഒന്നും DGCA-നെ പറയേണ്ട അവർക്ക് ആവശ്യമുണ്ട്. കാരണം അവര് ഒരു എയർലൈന് കൊണ്ടുവരുന്നുണ്ട്, അവർക്കും ലൈസൻസ് കിട്ടാൻ DGCA-ന്റെ കാല് പിടിച്ച് ഞാൻ പിന്നെ അങ്ങനെ ഉള്ള എന്റെ അമേരിക്കൻ ലൈസൻസ് ആണ്. എന്നാലും ഇവിടെ പൈലറ്റുമാരോടുള്ള ഈ വൈരാഗ്യം അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള ഒരു ജലസി, അതാണോ ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ അത് പൈലറ്റിന്റെ കുഴപ്പമാണെന്നുള്ള റിപ്പോർട്ടൊക്കെ വരുന്നത് കൊണ്ടാണോ? അത് അജിംസ്, അത് എന്ത് തെറ്റ് വന്നാലും എയർലൈൻ പിന്നെ ബോയിങ് ആയാലും എയർബസ് ആയാലും അത് ആദ്യം പറയാ തകരാറ് പൈലറ്റിന്റെ ആണ്. പൈലറ്റ് എത്രമാത്രം ഇപ്പൊ നിങ്ങൾ നോക്കി, ഈ 7 days കണ്ടിന്യൂസ് ഫ്ലൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓപ്പറേഷന് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് 5 മണിക്കുള്ള ഫ്ലൈറ്റിൽ 2 മണിക്കും 1 മണിക്കാണ് എഴുന്നേറ്റിട്ടാണ് രാവിലെ പോകുന്നത്. അത് ഇവര് നിങ്ങൾ പറഞ്ഞില്ലേ, ഈ പെർട്ടിക്കുലർ എയർലൈന് ഒരു ട്രീറ്റ് ചെയ്യുന്ന ഇത് കാണണം, വണ്ടി അയക്കുന്നതും അത് ഭയങ്കര ഒരു തിരക്ക് പിടിച്ചത്. ബാക്കിയൊരു എയർലൈൻ അങ്ങനെയില്ല, ഈ ഫ്രണ്ട്ലി അല്ല, ഇവര് തീരെ ഫ്രണ്ട്ലി അല്ല. അതിന്റെ CEO എന്താ വിട്ടുപോകാൻ കാരണം? അമേരിക്കയിൽ നിന്ന് വന്ന അയാളെ കൊണ്ടാ ഈ എയർലൈൻ ഇങ്ങനെ നടക്കാനില്ല. ഈ ഭാട്ടിയ ബ്രദേഴ്സിനെ കൊണ്ടൊന്നുമല്ല. അവര് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തെന്നല്ലാണ്ട്. പിന്നെ ഈ ഗവൺമെന്റിൽ ഹൈ ഇൻഫ്ലുവൻസ്, അത് എന്ത് പറഞ്ഞാലും എനിക്ക് അങ്ങനത്തെ പേടിയില്ല. ഇവരൊന്നും പറയത്തില്ല. കാരണം ഈ ഓഫീസേഴ്സും ഈ എയർലൈൻ ഓണേഴ്സ് ഒന്നും പറയില്ല. കാരണം അവർക്ക് ആവശ്യം ഉണ്ടാകുന്ന ഈ DGC അവര് ഒരു പേപ്പർ സൈൻ ചെയ്യണമെങ്കിൽ അവരെ കാല് പിടിക്കണം, അല്ലെങ്കിൽ അവര് എല്ലാം ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞേക്കും. ഒരു പൈലറ്റിനെ ഇത് ചെയ്യാൻ ഗ്രൗണ്ട് ചെയ്യാൻ ഇതൊന്നും വേണ്ട. ഇവര് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. ഈ 2 കൊല്ലം മുമ്പാണ് ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വന്നത്. ഓൾമോസ്റ്റ് 2 years, 2024 ഇത്. എന്നിട്ട് 6 months അതൊന്ന് ഞാൻ ഐ കം ബാക്ക് ടു ദാറ്റ്. 6 month എക്സ്റ്റൻഷൻ കൊടുത്തു ഈ പെർട്ടിക്കുലർ എയർലൈന് മാത്രം. അപ്പൊ പിന്നെ എല്ലാവർക്കും കിട്ടിയ അതിന്റെ ബെനിഫിറ്റ്സ്. ഇപ്പോ വരുന്ന നിയമം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 2 landings at night, 12 to 5 ആയിരുന്നു ആദ്യം ടൈം, ഇപ്പൊ 6 ആക്കി. അതൊക്കെ ഇവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവര് ഒരു ട്രെയിനിങ് ചെയ്യില്ല പ്രോപ്പർലി. അതൊക്കെ എത്ര ഡേഞ്ചറസ് ആണെന്നറിയോ?
അമേരിക്കയിലാണെങ്കിൽ ഈ കമാൻഡ് ഒക്കെ കൊടുക്കുന്ന ഒരു 40 ഇയേഴ്സ് എബവ് ആണ്. 40 ഇയേഴ്സ് കഴിഞ്ഞ്. ഇവിടെ അങ്ങനെയല്ല, 4,000 അവേഴ്സ് 2,000 അവേഴ്സ് ആണ് മിനിമം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കമാൻഡ് കൊടുക്കാം. അല്ലാതെ കഴിയില്ല. കാരണം അത്രയും ഇത് ഈ എയർലൈനിൽ അത്രയും എയർക്രാഫ്റ്റ് ഉണ്ട്. അപ്പോ ഇത് ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ ഇത് പൈലറ്റ്സ് അവൈലബിളും അല്ല. അപ്പൊ ഇവരെന്തുകൊണ്ടായാലും ചെയ്യേണ്ടി വരുന്നു. അത് ഇവരെ ഈ ആറ്റിറ്റ്യൂഡ് കാരണമാണ് ഇന്ത്യയിൽ നിന്ന് മുഴുവനും എക്സ്പീരിയൻസ് പൈലറ്റ്സ് എല്ലാം വിട്ടു പോവുകയാണ്. അത് പിടിച്ചു നിർത്താനുള്ള ഒരു ഇതുമില്ല. അവര് പിന്നെ ഫോറിൻ പൈലറ്റ്സിനെ കൊണ്ടുവന്ന അവരുടെ ഈ കളിയൊന്നും നടക്കത്തില്ല. കാരണം പിന്നെ ഇപ്പൊ ലേഡീസ് പൈലറ്റിനെ കണ്ടമാനം ഇവര് കൊണ്ടുവരുന്നുണ്ട്. കാരണം ഇത് അവര് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ ഇങ്ങനെ. അതൊന്നും അല്ല. നല്ല പൈലറ്റ്സിനെ ഇന്നും ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാനും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാനും ആരും വിട്ടുപോകില്ല. നല്ലൊരു ആറ്റിറ്റ്യൂഡും നല്ലൊരു ഫ്രണ്ട്ലി ആയാലും ആര് പോകും. ഈസ്റ്റ് വെസ്റ്റിൽ ഉണ്ടാകുന്ന സമയത്ത് വളരെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഇത് പാസഞ്ചേഴ്സിനെ പോലും നിങ്ങൾ കണ്ടു കാണും. ഇവരെ ഒരു ഭയങ്കര ഒരു ദിവസം ഡൽഹി എയർപോർട്ടിൽ വെച്ച് ഒരു വയസ്സായ ഒരു മനുഷ്യന്റെ കഴുത്ത് പിടിച്ച് എന്ത് തെറ്റ് ചെയ്യട്ടെ, അത് അടിക്കാനുള്ള അധികാരമൊന്നും ആർക്കും ഇല്ലല്ലോ. ഇതെന്താ ഇത് ഒരു എയർപോർട്ട് ലോകത്തിൽ എവിടെയും ഇല്ല. അങ്ങനെ പിടിച്ച് പോലീസിൽ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഒരു ഇത് എന്നല്ല അതിൻ്റെ ഇടയിൽ. പിന്നെ അത് കുറച്ച് ദിവസം മുമ്പ് ഒരു അഹമ്മദാബാദിന്ന് കൊച്ചിനിൽ വരുന്ന ഒരു അടിക്കുന്നു, ഒറ്റടി. ഒരു പൈലറ്റൊക്കെ ഓടി വരുമ്പോഴേക്കെല്ലാം കഴിഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാൻ ഇവർക്ക് എന്താ അധികാരം? ഇത് പവറും മണിയും പവറും ഉണ്ടായതിനെ കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. ഈ എയർലൈൻ പെർട്ടിക്കുലർ എയർലൈനെ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളൂ. ഇതെല്ലാവരും എതിരുവാണ്. ജനങ്ങൾക്കും പാസഞ്ചേഴ്സിനും. നിങ്ങളും അജിംസും ഞാനും എല്ലാം ട്രാവൽ ചെയ്യുന്നതാണ് ഈ പെർട്ടിക്കുലർ എയർലൈൻ. ഇവർക്ക് മുമ്പ് ഈ ആറ്റിറ്റ്യൂഡ് ജെറ്റ് എയർവേസിനുണ്ടായിരുന്നു. വേറൊരാളെ എന്റെ ഉപ്പ പറയാറുണ്ട്, ഒരാളെ ക്ലൈംബ് ചെയ്യുമ്പോൾ അവനെ പുള്ളി ചെയ്തിരുന്നു, നീ മുകളിൽ കയറാൻ നോക്ക്, അവരെ പിടിച്ച് താഴെ ഇടാനെല്ലാം നോക്കണ്ട്. ഇവരെ സ്വഭാവം തന്നെ പിടിച്ച് താഴെ ഇടുന്നതാണ്. ജെറ്റ് എയർവേസ് അതേ സ്വഭാവം ആയിരുന്നു. 120 എയർക്രാഫ്റ്റ് ആമിട്ടുള്ള സമയത്ത് അയാള് ഇങ്ങനെ ഒരു വിസിറ്റിന് വന്നതാ. പിന്നെ അതിന്റെ ഓണർ ഇവിടെ തന്നെ കുടുങ്ങിയല്ലോ. അവസാനം ഉണ്ടാകുന്ന എന്ത് ഇതന്നെ, ബാക്കിയുള്ളവരെ എത്ര പേരെ ഇല്ലാതാക്കിയവര്. ഈസ്റ്റ് വെസ്റ്റിനെ മറ്റേ വിജയ് മല്യയുടെ അത് കുറെ എയർലൈൻ അങ്ങനെയുള്ള ഇതിന്റെ എല്ലാം പിന്നിൽ ജെറ്റായിരുന്നു. അവസാനം അദ്ദേഹം തന്നെ വീണു. ഇതേ ആറ്റിറ്റ്യൂഡാണ് ഇവര് പൈലറ്റ്സിനോടാണ്. ദേ ആർ പ്ലേയിങ് വിത്ത് ഫയർ എന്ന് അറിയുന്നില്ല. അതുപോലെയാ ഈ കളി കൂടുതലൊന്നും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു 10 എയർലൈനിലുള്ള ചാൻസും ഉണ്ട് ഇന്ത്യയിൽ. കാരണം അത്രയും ക്രൗഡഡ് ആണ്, ഇത്രയും ഷോർട്ടേജ് ഉണ്ട്. ഒരേ ഇവിടെ ഈ മൊണോപ്പൊളി ആയതാണ് ഇവരെ ഇത്രയും ഈ ആറ്റിറ്റ്യൂഡിനല്ല. പിന്നെ ഗവൺമെന്റ് സപ്പോർട്ട്, കോമ്പറ്റീഷൻ ഇല്ലാതെ വ്യോമയാന മേഖല മുന്നോട്ട് പോകുന്നു. ചിലർ മോണോപ്പൊളിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു തിക്ത യാഥാർത്ഥ്യം. ശ്രീ സൈനുലാബ്ദീൻ, ഇപ്പോൾ ഈ വിമാനയാത്രാക്കൂലി നിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയത് ശ്രദ്ധിച്ചു കാണും. അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. പക്ഷേ പ്രവാസികളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നില്ല. നിങ്ങൾ ഈ പ്രവാസികൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഇതൊരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു നിവേദനമെങ്കിലും കൊടുക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. അതിന് മുമ്പ് പ്രിയപ്പെട്ട നൂറുദ്ദീൻ പറഞ്ഞൊരു കാര്യത്തോട് വിയോജിക്കുകയാണ്. കാര്യം ഈ ഇന്ത്യ എന്നൊരു രാജ്യമില്ല എങ്കിൽ എമിറേറ്റ്സും ഖത്തർ എയർവേസും എയർ അറേബ്യയും സൗദി എയർലൈൻസും ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞത് സങ്കടകരമാണ്. കാരണം എങ്ങനെ ആയിരിക്കും പിന്നെ ആ എയർലൈൻസ് ഉണ്ടായില്ലെങ്കിൽ ഈ പ്രവാസികളുടെ യാത്ര? ഇന്ത്യക്ക് ഇന്നേ വരെ ഇത്രമാത്രം സൗകര്യങ്ങളുള്ള എയർലൈൻസുകൾ എയർ ഇന്ത്യയോ എക്സ്പ്രസ്സോ അല്ലാത്ത ഒരു എയർലൈൻസും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു അവസരം വരുന്നത് തന്നെ ഇന്ത്യ ആ മേഖലയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണെന്നും ഒരു പഴയ പ്രവാസി കൂടിയായ നൂറുദ്ദീൻ സാഹിബ് അങ്ങനെ കോട്ട് ചെയ്തത് ഒരു സങ്കടമാണെന്ന് പറയട്ടെ ആദ്യം. അതിൻ്റെ പുറത്ത് ഈ ചോദ്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രവാസികൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കാനല്ലേ പറ്റുന്നുള്ളൂ. കാരണം എത്ര വർഷങ്ങളായാണ് ഈ യാത്രാ ക്ലേശത്തെക്കുറിച്ച് ഗവൺമെന്റുകളുടെ ശ്രദ്ധയിൽ. ഇപ്പോൾ അറിയാലോ, കോടതികളിൽ വരെ പോയിട്ടുണ്ട്, ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്, സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. പല ശ്രമങ്ങളുണ്ട്. ഇനിയും അത് തന്നെ. കാരണം നമുക്കിപ്പോൾ ഒന്നിനെ നേടിയെടുക്കുന്നത് വരെ നിരാശപ്പെടാതെ ഈ ജോലിയും പ്രവാസത്തിലുള്ള ജീവിതവും ആളുകളുടെ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇന്ത്യയിലെ മാറി മാറി വരുന്ന ഗവൺമെന്റുകളോടൊക്കെയും റിക്വസ്റ്റും ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാനും. ഇപ്പം
പ്രവാസി വോട്ടും പ്രവാസികളുടെ യാത്രാ പ്രശ്നവും പരിഹരിക്കാതെ ഇങ്ങനെ പോവുകയാണ്. അത് ഇനിയും ഈ ഒരു വിഷയം ഇപ്പോൾ ഈ ചേഞ്ചസും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇനിയും ഇവരുടെ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ നേതാക്കളുടെ അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ ഗവൺമെന്റുകളുടെ മുമ്പിൽ ഈ ആവശ്യവുമായി മുന്നോട്ട് പോവുകയും ഒരു പ്രവാസികൾക്ക് വോട്ടവകാശം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയന്ത്രിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് പരിഹാരം വരുമോ എന്ന് ഞങ്ങളൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. അത് തന്നെ അല്ലാത്ത മറ്റെന്ത് പരിഹാരം? ഇപ്പോഴും സീസണാണ് വരാൻ പോകുന്നത്. അടുത്ത വർഷത്തെ വെക്കേഷന് വേണ്ടിയുള്ള പ്ലാൻ ചെയ്യുന്ന ഘട്ടത്തിലൊക്കെയാണ്. എല്ലാ വർഷവും ഈ ഘട്ടത്തിൽ എല്ലാവരും ഇതുപോലെ ചർച്ച ചെയ്യും, എല്ലാ പ്രശ്നങ്ങൾ മുമ്പ് കൊണ്ടുവരും, പക്ഷെ പരിഹാരമില്ലാതെ പോകും. ഈയിടക്ക് പാർലമെന്റിൽ MP ഷാഫി MP അവതരിപ്പിച്ചതിന് ശേഷം വലിയ ചർച്ച നടന്നതിന് ശേഷം വിമാന മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതൊന്നും നടപ്പിലായി കാണുന്നില്ല. അതിന് പരിശ്രമിക്കുക തന്നെ നിർവാഹമുള്ളൂ. ശരി, എന്തായാലും വ്യോമയാന മേഖലയിൽ ഇപ്പോൾ കാണുന്ന സിംറ്റംസ് അത് രോഗലക്ഷണങ്ങൾ മാത്രമാണ്. യഥാർത്ഥ രോഗം ഇപ്പോഴും മറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സെക്ടർ കേരളമാണ്. ഇവർക്കെല്ലാ ഗൾഫും ഇത് ആകെ 4 hours 18, 20, 25,000, 35,000 ആണ്. അമേരിക്കയിലേക്കുള്ള 12 hours ഫ്ലൈറ്റിന് 11 hours ഫ്ലൈറ്റിന് അവർ വാങ്ങുന്നത് 65 ഒക്കെയാണ്. ആ ഒരു ഇത് നോക്കുമ്പോഴേ ഭയങ്കരം പ്രോഫിറ്റബിൾ ആണ് ഈ ഗൾഫ്. ഗൾഫ് സെക്ടർ വ്യോമയാന കമ്പനികളുടെ ഒരു കറവ പശുവാണ് എന്നുള്ളത് ഒരു 1/4 നൂറ്റാണ്ടായി പ്രവാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നടപടി ഞാൻ അതാണ് പറഞ്ഞത്. ഇന്ത്യൻ മാർക്കറ്റാണ് അവരുടെ ഏറ്റവും വലിയ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നാണ് അവർ ഏറ്റവും കൂടുതൽ ഈൽഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ചൂഷണം തടയാൻ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി ശ്രീ നൂറുദ്ദീൻ, ശ്രീ സൈനുലാബ്ദീൻ, ശ്രീ മുരളീധരൻ, ശ്രീ മുഹമ്മദ് ഷരീഫ്.